നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളും വാട്സപ്പ് മെസ്സേജുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് എല്ലാവരോടും സംസാരിക്കാം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. മകന്റെ കാര്യം അറിയണമെന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ആരാണെന്ന് വിളിച്ച് നോക്കാം. എന്തുകൊണ്ട് വിശേഷമൊക്കെ? ഹലോ, ഇത് ഹരി. ഹരി മനസ്സിലായി. പിന്നെന്തു ഇപ്പൊ പറഞ്ഞേ? ഞാൻ വെച്ച് കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് കണ്ട് ചോദിച്ചു. എന്താ റേഞ്ച് ഇല്ലേ അവിടെ? ഉണ്ടല്ലോ. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 27 May 1994. സമയം 9:53 PM. പൂരാടം. അതെ അതെ. മോന്റെയാ? അതെ, മോന്റെ. കല്യാണക്കാരിയല്ലേ? ടെൻഷൻ ഒന്നും ശരിയാവില്ല. ശരിയാവും ചേച്ചി. ചേച്ചി കിടന്ന് ഇങ്ങനെ പ്രയാസപ്പെടാതെ. അങ്ങനെ ഏജ് ഒക്കെ അങ്ങനെ ഒത്തിരി കടന്നു പോയിട്ടൊന്നുമില്ല. ചേച്ചി ചിന്തിക്കുമ്പോൾ കുറേയേറെ ഏജ് ആയി എന്ന് തോന്നുമെങ്കിലും അങ്ങനത്തെ ഒരു വലിയ കല്യാണം നടക്കാതിരിക്കാനുള്ള ടൈമൊന്നും അല്ല വരാൻ വേണ്ടി പോകുന്നത്. നല്ല വിവാഹമൊക്കെ നടക്കും, കുഴപ്പമൊന്നുമില്ല. കാരണം മോനെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഇങ്ങനെ വിവാഹ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും ചേച്ചി ഇപ്പം മോൻ്റെ എല്ലാ കാര്യങ്ങളും എടുത്താലും എല്ലാത്തിലും കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായി മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം തടസ്സം വരുമ്പോൾ പതറാതെ വീണ്ടും 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 ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നല്ല കല്യാണം നടക്കും. അയാൾക്ക് നല്ലൊരു വിവാഹ ജീവിതമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ എല്ലാം ശ്രദ്ധിച്ച് തന്നെ എടുക്കാൻ വേണ്ടി നോക്കിക്കോണം. ഇപ്പം സമയമാണ് ചേച്ചി, ഓൾറെഡി സമയമുണ്ട്, സമയം തുടങ്ങിയിട്ടുമുണ്ട്. 2024 തീരുന്നതിന് മുമ്പ് വരെയൊക്കെ നല്ല സമയം തന്നെയാണ്. ഇപ്പൊ ചന്ദ്രദശയിൽ ശുക്രന്റെ അപഹാരമാണ്. അയാളുടെ ജാതക പ്രകാരം ആ ഒരു ടൈം വിവാഹത്തിന് അനുയോജ്യമായിട്ടുള്ള സമയം തന്നെയാണ് ചേച്ചി. പിന്നെ മോനെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുവിൽ ആളുടെ കാര്യങ്ങൾക്കെല്ലാം ഇത്തരത്തിലുള്ളൊരു ഡിലേ വരും. അപ്പൊ ഡിലേ വരുമ്പോൾ പതറണ്ട, വീണ്ടും 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 ട്രൈ ചെയ്തോണം. അല്ലാതെ കുഴപ്പമൊന്നുമില്ല, പ്രയാസപ്പെടാം. ശുദ്ധജാതകമാണ് ചേച്ചി മോന്റേത്. ജ്യോതിഷത്തിലെ ഒരു നിയമം എന്ന് വെച്ചാല് പുരുഷ ജാതകം ശുദ്ധജാതകം ആണെങ്കിൽ ശുദ്ധജാതകം തന്നെയാണ് യോജിക്കേണ്ടത്. അപ്പൊ അല്ല, അത് കുഴപ്പമില്ല ചേച്ചി, ഇഷ്ടം പോലെ വരും. ഇപ്പൊ ടൈമാണ് ചേച്ചി, പ്രയാസപ്പെടാതിരുന്നാട്ടെ, ഉറപ്പായിട്ട് നടക്കും കേട്ടാ. ഓക്കെ, അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുക. ഒരു എമർജൻസി കാര്യത്തിനാണെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് സംസാരിക്കാം. മോളെ, അവിടെ റേഞ്ച് കുറവാണോ? ഇത് ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ. മോളെ, റേഞ്ചിലേക്ക് വരൂ കുട്ടി. ഉണ്ടല്ലേ? അതാ ഞാൻ പറഞ്ഞ, മോള് പുറത്തേക്ക് ഇറങ്ങി വരൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോ. സമയം രാവിലെ 3 മണി. വെളുപ്പിനെയാണോ? വെളുപ്പിനെ 3 മണി. ഉത്രാട നക്ഷത്രം, ബുധനാഴ്ച ദിവസം, കർക്കിടകം 12-ാം തീയതി. മോൾക്ക് ഇപ്പോഴേ ഇത്തിരി എല്ലാ കാര്യങ്ങളിലും കുറച്ചൊരു ഡിലേ വരേണ്ടുന്ന പോലത്തെ ഒരു പീരീഡാണ് മോളെ. ദാറടി എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ വരെ വന്നിട്ട് തട്ടിമാറി പോകുന്ന മാതിരി കാര്യങ്ങൾ പോകുന്ന ഒരു സമയമാണ്. പക്ഷെ മോള് പതറണ്ട, മോള് കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കണം. ഇപ്പോഴത്തെ ഒരു ടൈമിന്റെ കുറച്ച് പ്രശ്നമുണ്ട് മോളെ. അത് മോളായിട്ട് ഒരു അല്പം എന്തോ ഒരുപാട് തൊഴിൽ തടസ്സങ്ങൾ 2-3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അക്കൗണ്ടിങ്. പക്ഷെ അവിടെ നിന്ന് എല്ലാം തടസ്സപ്പെട്ടിട്ട് വെറുതെ വീട്ടിൽ തന്നെ പുറത്തോട്ട് പോകാൻ നിൽക്കുന്ന വിസയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട്. പക്ഷെ മോള് പോവും. മോളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയട്ടെ, മോള് കുഞ്ഞു കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കും. അത് മാറ്റണം. സങ്കടം വരുമോ? മോൾ അങ്ങനെ ടെൻഷൻ അടിക്കരുത് മോളെ. മോള് വളരെ പോസിറ്റീവായിട്ട് നല്ല ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കണം കേട്ടോ. എന്തോ കുഞ്ഞേ? മോളെ ഉറച്ചു പറ മോളെ, സൗണ്ട് കൂട്ടി പറ. എന്താ കുഞ്ഞേ? ഏതാ?
ആ ഹസ്ബൻഡ് ആയിരുന്നു. മോളിപ്പോൾ തൽക്കാലം ഒരു കാര്യം ചെയ്യൂ, ജോലിയുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഉറപ്പായിട്ട് മോൾക്ക് നല്ലൊരു ജോലി കിട്ടും. മോൾ സ്വന്തം കാലിൽ നിൽക്കുക. ആരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടും. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് എന്തായി തീരും, നമുക്ക് എന്താകും എന്നൊക്കെയുള്ള വളരെ വലിയ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് മോളെ. പക്ഷെ മോള് മനസ്സുകൊണ്ട് പതറരുത്. ഓക്കെ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. നെഗറ്റീവ് ചിന്തകൾ മാറ്റിവെക്കണം. അമ്പലത്തിലൊക്കെ പോകുമെങ്കിൽ മോള് അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. അർച്ചനയും നീരാജനവും മാസത്തിലൊരു ശനിയാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലമൊക്കെ നടത്തുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി കൂടെ നോക്കണം. അതോടൊപ്പം നല്ലതുപോലെ പരിശ്രമിക്കണം. തീർച്ചയായിട്ടും മോളെ സംബന്ധിച്ച് നല്ലൊരു ജോലി കിട്ടുന്നതിനും നല്ല രീതിയിൽ പോകുന്നതിനും സാധിക്കുമേ. അതിനുവേണ്ടി തന്നെ ട്രൈ ചെയ്തോ മോളെ. ഈ 2024 നടക്കും. ഓക്കെ, ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാകുന്നു. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങളെല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.